നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പരങ്ങ. അപ്പോൾ നമ്മളുള്ളത് പയ്യാമ്പലം ബീച്ചിലാണ്. പയ്യാമ്പലം ബീച്ചിൽ വൈകുന്നേരം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരും, ഇച്ചിരി കാറ്റ് കൊള്ളാൻ, ഇച്ചിരി കുശലം പറയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവരോട് ഇച്ചിരി കുശലം പറഞ്ഞ് ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ നൽകുന്ന സമ്മാനം, ഈ സമ്മാനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പേര് പറ. കാർത്തിക്. കാർത്തിക്. എന്ത് ചെയ്യുന്നു കാർത്തിക്? +2. എവിടെ പ്ലസ് 2? കമ്പിൽ സ്കൂൾ, കമ്പിൽ ഹയർ സെക്കൻഡറി. താമസിക്കുന്നത് എവിടെയാ? പാട്ടയം, കൊളച്ചേരി. പാട്ടയം, കൊളച്ചേരി. ഓക്കെ. മോൻ്റെ പേര്? ഋത്തിക്. ഋത്തിക് എത്ര ക്ലാസ്സിൽ? 7. ഏതാ സ്കൂള്? സെന്റ് മൈക്കിൾസ്. സെന്റ് മൈക്കിൾസ്. പഠനമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പഠിച്ചിട്ട് ആരാകണം? തീരുമാനിച്ചില്ല. എന്നാലും ചെറിയൊരു തീരുമാനം ആവാം. വീട്ടിൽ അച്ഛനമ്മ എന്ന് പറയും പഠിച്ചിട്ട് ആരാണെന്ന് പറയുന്നത്? ഡോക്ടർ. ആ മോനെ തീരുമാനിച്ചില്ല. ഓക്കെ. സാറിന്റെ പേര്? പ്രമോദ്. പ്രമോദ് എന്ത് ചെയ്യുന്നു? ഞാൻ കംപ്ലൈ സ്കൂളിൽ ഓഫീസ് സ്റ്റാഫ്. എത്ര വർഷമായിട്ട് അവിടെ? 22 വർഷത്തോളായി. 2 വർഷത്തോളം. പേര്? കനക. കനക. കനക ചേച്ചി എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഇവിടത്തോട്ടായിട്ട് വന്നാണോ, പയ്യാമ്പലം പാർക്കിലോട്ടായിട്ട് വന്നാണോ, അല്ലെ വേറെ ഇടം പോയിട്ട് ഇങ്ങോട്ട് വന്നാണോ, എങ്ങനെയാണ്? ഇവന്റെ USS എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞോ? അതിൽ ഹാപ്പിയാണ്. വെരി ഗുഡ്. അപ്പോൾ ആ ഒരു പരീക്ഷ കഴിഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് ഇച്ചിരി കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. നല്ല കാര്യം. പാട്ട് പാടുവോ? ആർക്കും മേഡം പാടുവോ? അപ്പം ഇനി ഏകദേശം എത്ര സമയം ഇവിടെ കാണും? 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാ യാത്ര? വീട്ടിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? വീട്ടിലോട്ട് പോകാൻ എങ്ങനെയാ? എന്തെങ്കിലും ഒരു പ്ലാനിങ് ആക്കിയിട്ടുണ്ടാവല്ലോ? എന്താ പരിപാടി? ഇന്നങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറക്കുക, അത്രേ ഉള്ളൂ. ഒക്കെ ചെറിയൊരു ചോദ്യമാണ്. ഇതൊരു ഭക്ഷണ സാധനം, ഒരു ഭക്ഷണ വിഭവം എന്നോ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഉപകരണത്തിൻ്റെ പേരായിട്ട് മാറും. എങ്കിൽ ഏതാണ് ഭക്ഷണ വിഭവം എന്നുള്ളതാണ്? മേഡത്തിന് അറിയില്ല? ആരെന്നും അറിയില്ല? അറിയില്ല. ബിരിയാണി അല്ല. ഇനി ചിലപ്പോൾ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. അപ്പോൾ ഓക്കെ സാർ, കാണാം. താങ്ക് യു. ഓക്കെ മേഡം. പയ്യാമ്പലം ബീച്ചിൽ നമ്മൾ ഒരുപാട് തട്ടുകടയും സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തട്ടുകട നടത്തുന്നൊരു ചേട്ടനുണ്ട്. ചേട്ടൻ എന്തൊക്കെയോ പഴങ്ങളൊക്കെ, ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് ചെറിയ അളുമാരിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്ന് നട്ടുകൊടുത്തിട്ട് ചേട്ടാ. ചേട്ടൻ്റെ പേരെന്തോന്ന്? കാസിം. എവിടെ സ്വന്തം സ്ഥലം എവിടെയാ? ചാലാട് തന്നെയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഞായറാഴ്ചയല്ലേ കൂടുതൽ ആൾക്കാരുണ്ടാകുന്നത്? ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? കുറേ കൊല്ലായി. ഏകദേശം 10 കൊല്ലായി. 10 കൊല്ലായി. ഇവിടെ ഇല്ല, അപ്പുറത്തോത്താണ്. തിരുപ്പുറത്തോട്ട് മാറി ഇങ്ങോട്ടേക്ക് മാറിയാണ്. ഓക്കെ. അപ്പം രാവിലെ എത്ര മണിക്ക് വരും? ഇപ്പം തുറക്കുന്നേ ഉള്ളൂ. ഏകദേശം എത്ര മണി വരെ കാണും? ഒരു 7 മണി 8 മണി വരെ. എന്തൊക്കെയാ ചേട്ടൻ്റെ വിഭവങ്ങൾ? എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ് ഐറ്റമേ ഉള്ളൂ. ഫ്രൂട്ട്സ് ഐറ്റംസ്. വേറൊന്നുമില്ല. പിന്നെ ജ്യൂസ് അങ്ങനത്തെ ഒന്നുമില്ല. അതിൽ ആടുണ്ട്, പിടിയിലുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കടയിൽ നല്ല ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. വരിക, വാങ്ങുക, കഴിക്കുക. അപ്പോൾ ചേട്ടൻ ചെറിയൊരു ഭക്ഷണ സാധനമാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഉപകരണമായിട്ട് മാറും. എങ്കിൽ ഏതാണ് ഭക്ഷണ സാധനം? ഓക്കെ. അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഇങ്ങനെ മന്ദം നടന്നു വരുന്നുണ്ട്. ഏതാണ്ട് ഇവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇവിടെ നിൽക്കാം. വാ. ഹലോ, എന്താ മോൻ്റെ പേര്? എന്താ പേര് പറ. പേര്? മോൻ്റെ പേരെന്താ? സാറിന്റെ പേര്? ഞാൻ ദികേഷ്. എവിടെ സ്ഥലം? ഞാൻ കണ്ണൂർ തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ എവിടെ? കുപ്പം പാലം കടന്നിട്ടോ? അപ്പൊ പാലം കടക്കണ്ട? ഇല്ലല്ല. ഏറ്റവും അവസാനം പാലം എപ്പോ കടന്നേ? പാലം ഇന്ന് രാവിലെ കടന്നു. എന്തിനായിരുന്നു? പയ്യന്നൂരേക്ക് പോകുമ്പോ. പയ്യന്നൂരേക്ക് പോകുമ്പോ ഡെയിലി പാലം കടക്കും? ഡെയിലി ഇല്ല, 1-2 ദിവസം ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോ ഒന്ന് കറക്കും. ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ ഖത്തറിലാണ് ഇപ്പൊ ലീവിന് വന്നതാണ്. ഖത്തർ ദോഹ ഫുട്ബോൾ ഒക്കെ അവിടെ കണ്ട് 2 കളി കണ്ടിരുന്നു. ഒരു തവണ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ദോഹ ഫുട്ബോളിന് ഞാൻ ജോപ്പോൾ അഞ്ചേരിയൊക്കെ ചേർന്നിട്ട് അവിടെ സ്റ്റേഡിയത്തിൽ വെടിക്കെട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനും നമ്മുടെ ശാരംഗതരം കൂത്തൂറും വന്നിട്ട് അവിടെ വെടിക്കെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിമിക്രിയിൽ ഞാൻ കാണാനുണ്ടായിരുന്നു. അവിടെ ഫുട്ബോൾ 2 തവണ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. മേഡത്തിന്റെ പേര്? നീനു. എന്ത് ചെയ്യുന്നു? ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഇപ്പം ചെയ്യുന്നില്ല. ലാസ്റ്റ് ചെയ്ത് AKG ഹോസ്പിറ്റലിൽ. ഖത്തറിലോട്ട് പോയിട്ടുണ്ടോ? ഓക്കെ. മോന്റെ പേര്? വൈഗ. എത്രാം ക്ലാസ്സിലാണ് വൈകുട്ടി? 6. ഏതാ സ്കൂള്? അക്കിപ്പറമ്പ്. ഓക്കെ. വാ. മോന്റെ പേര്? കാർത്തിക്. കാർത്തിക് എത്രാം ക്ലാസ്സിൽ? 12.
+2. ഓക്കെ, എവിടെ? മൂത്തേടത്ത് തളിപ്പറം. ഓക്കെ. അപ്പം എത്ര മണിക്ക് വന്നു പാർക്കിൽ? ഇപ്പൊ വന്നതേ ഒരു 10 മിനിറ്റ് കറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇറങ്ങാൻ തുടങ്ങുന്നത് അതിന് നമ്മുടെ മുന്നിലെത്തി കറങ്ങണ്ട് വന്ന്. ഓക്കെ, ഇപ്പൊ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ തന്നെ ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്. വളരെ ചെറിയ ചോദ്യമാണ്. ഇതൊരു ഭക്ഷണ സാധനമാണ്, ഒരു ഭക്ഷണ വിഭവമാണെന്ന് പറയാം. അപ്പം അതിൻ്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ച് കഴിഞ്ഞാൽ അതൊരു ഉപകരണമായിട്ട് മാറും. ഇപ്പം നമ്മൾ ഇവിടെ അമ്മയെന്ന് വിളിക്കുന്നത് തമിഴ്നാട്ടിൽ അമ്മ എന്ന് വിളിക്കുന്ന പോലെ ആദ്യത്തെ അക്ഷരം ഒന്ന് നീട്ടി ഉച്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണ പലഹാരം ഒരു വിഭവം ഒരു ഉപകരണമായിട്ട് മാറും. എങ്കിൽ ഏതാണ് ആ ഭക്ഷണ സാധനം? മീൻ അല്ല. ഇവിടെ അറിയില്ല. ഹായ്, മോൾക്കറിയോ? രക്ഷയില്ല. അപ്പം എന്തായാലും ഓക്കെ സാർ, കറക്കം നടക്കട്ടെ. ഓക്കെ, കാണാം. താങ്ക് യു. ഓക്കെ, പേര് പറഞ്ഞേ? അനൂപ്. എന്ത് ചെയ്യുന്നു അനൂപ്? ഞാൻ വർക്ക് ചെയ്യണം ഇവിടെ പാലക്കാട്. പാലക്കാട് ഇവിടെ ടൗണിൽ തന്നെ. അപ്പൊ സ്വന്തം സ്ഥലം ഇവിടെ? പാലക്കാട്. അപ്പൊ ഇവിടെ എന്താ പരിപാടി? ഇവിടെ അമ്മത്തുന്നു വന്നാണ്. ഓക്കെ, ശരി. അപ്പൊ എന്താ ജോലി? എന്താണ് ജോലി? ചെക്കിങ്ങിലാണ്. ചെക്കിംഗ്. യെസ്. പേര്? വീണ. എവിടെയാ വീണ നിൽക്കുന്നത്? ഞാൻ മലപ്പുറത്ത്. എവിടെ? ഞാൻ അവിടെ വാടകയ്ക്ക് ഇവിടെ എടുത്തക്ക ലോ കോളേജ് പഠിക്കുക. എവിടെ? മലപ്പുറത്ത്. സ്വന്തം സ്ഥലം എവിടെയാ? തൃശ്ശൂര്. തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം വന്ന് പഠിക്കുന്ന ആൾ എങ്ങനെ കണ്ണൂരെത്തി? അമ്മ ഇവിടെ വർക്ക് ചെയ്യണം. അമ്മ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അമ്മ എവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ? അമ്മ ഫയർഫോഴ്സിലെ. അപ്പൊ അമ്മയെ കാണാൻ വേണ്ടി വന്നാണ്. ശരി, ചായ കഴിച്ചോ? ഡെയിലി അമ്മയെ പിന്നെ പഠിക്കുന്ന സ്ഥലത്ത് അമ്മയെ വിളിക്കോ? ഫോണിൽ വിളിക്കോ? ഏത് സമയത്താ വിളിക്കുന്നത്? 3 നേരം വിളിക്കും. 3 നേരം. പഠിക്കാൻ എവിടെ സമയം? രാവിലെ കോളേജിൽ പോണേക്ക് മുന്നേ, പിന്നെ ഉച്ചയ്ക്ക് ഇൻട്രോളിന്, പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെ വേറെ പ്രശ്നമൊന്നും? ഫോണ് ഡെയിലി വിളിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പഠനമൊക്കെ ഹാപ്പിയാണ്. അപ്പൊ ചെറിയൊരു ചോദ്യം. ഇതൊരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിന് ആദ്യത്തെ അക്ഷരം ഇത്തിരി നീട്ടി ഉച്ചരിച്ചാൽ അതൊരു ഉപകരണമായിട്ട് മാറും. ഇതൊരു ഭക്ഷണ വിഭവം എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങളത് കഴിച്ചു കാണും. ആദ്യത്തെ അക്ഷരം ഇപ്പം എന്താ പേര് പറഞ്ഞ? വീണ എന്നല്ലേ? വീണ. ആദ്യത്തെ അക്ഷരം നീട്ടി വീണ എന്ന് പറഞ്ഞു അല്ലേ? എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകരണമായിട്ട് മാറുന്ന ഭക്ഷണ സാധനം, ഒരു ഭക്ഷണ വിഭവം. അറിയില്ല. അപ്പൊ എന്തായാലും കാര്യം നടക്കട്ടെ. ഓക്കെ, നമ്മളിവിടെ ഷൂട്ടിന് വന്നപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരാള് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട്. എന്നാൽ താന്താൻ കേസുകൂട് എന്ന സിനിമയിലെ നമ്മുടെ ജഡ്ജ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം സാർ. വണക്കം. നമ്മൾ ഇവിടെ വരുമ്പം തന്നെ നേരത്തെ കണ്ടത് നിങ്ങൾ അവിടെ സ്മാരകത്തിൻ്റെ അങ്ങോട്ട് അവിടെ കണ്ടായിരുന്നത്. ഇപ്പം എവിടെ പോയിട്ട് വരുമായിരുന്നു? ഞാനിവിടെ ഒരു ആശുപത്രി, കണ്ണൂർ ജില്ലാ ആശുപത്രി ഒരു പരിപാടി ഉണ്ട്, സ്റ്റാഫിൻ്റെ പരിപാടി വന്നു. പരിപാടി കഴിഞ്ഞു? ഉദ്ഘാടനം കഴിഞ്ഞു? ഇല്ല, അങ്ങോട്ട് പോകാൻ വേണ്ടി. എത്ര മണിക്കാണ് ഫംഗ്ഷൻ? 5 മണിക്കാണ്. സാറിൻ്റെ പേര്? പ്രകാശേട്ടൻ. സ്വന്തം സ്ഥലം എവിടെയാ? കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ്. എന്തായാലും പിന്നെ ഇപ്പം പുതിയ വർക്ക് ഏതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ റിലീസാവാൻ്റെത് പഞ്ചവത്സര പദ്ധതി, ഒരു ജാതി ജാതകം, ഗുരുവായൂർ അമ്പലനടയിൽ, സംശയം, ഓം ശാന്തി, വിശേഷം സിനിമയിൽ റിലീസാവാനുണ്ട്. അപ്പം എല്ലാം വിശേഷമുള്ള സിനിമകളാണ്. കാരണം പേരിന് പോലും ഓരോ പ്രത്യേകതയുണ്ട് അല്ലേ? അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പം ശരിക്കും സാറേ, നമ്മുടെ ഈ ഒരു നമ്മൾ ഒരുപാട് പ്രോഗ്രാം ഞാൻ ഉണ്ട് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ താന്താൻ കേസുകൂട് എന്ന സിനിമയിൽ അതിൽ ഒരുപാട് ആൾക്കാർ, അതായത് നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പിന്നെ ചങ്ങായി ആയി കഴിഞ്ഞാലും എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സിനിമയിലേക്ക് സാറ് അപ്രതീക്ഷിതമായിട്ട് വന്നു പെട്ടതാണ്. അതെ അതെ അല്ലേ? അതെ. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു ശരിക്കും? അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ഓഡീഷൻ നടന്നത്, അതുകൊണ്ട് പങ്കെടുത്തു. അത് ശരിക്കും പണ്ടൊന്നും ഈ സിനിമയിൽ ഓഡീഷൻ എന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. നമുക്കറിയില്ല എങ്ങനെയാണ് ആളെ എടുക്കുന്നതും അറിയില്ല, സംഭവം ഒന്നും അറിയില്ല. അതെ, കാരണം വെച്ചാൽ ഇപ്പോഴാണ് ഈ ഒരു സംഭവം, അതായത് ഓഡീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു സംഭവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുന്ന സംഭവം വെച്ചാൽ പണ്ട് ഈ നമ്മുടെ റീലായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് റീല് നഷ്ടപ്പെടുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനകത്തൊക്കെ മാറി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. മലയാളത്തിൽ നമ്മുടെ പുതിയ താരോദയം, ഒരുപാട് വിശേഷമുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കണ്ണൂർ ആശുപത്രിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയായിട്ട് വന്നാണ്. ഇപ്പോൾ ടൈം ആകത്തോണ്ട് കുറച്ചുകൂടി നമ്മൾ കാറ്റ് കൊണ്ടിട്ട് നമ്മുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്രത്തിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരുടെ സ്മാരകം കണ്ടിട്ട് പോകാന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നതാണ്. സാറെന്താ ചെയ്യുന്ന വർക്ക്? ഞാൻ ഡ്രൈവറാണ്. അദ്ദേഹം ഈ സിനിമയിലുണ്ട്, നമ്മളെ താന്താൻ കേസുകൂട് സിനിമയിൽ. അതുപോലെ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണൂർ സ്ക്വാഡ് നാടക നടനാണ് പ്രധാനപ്പെട്ട. തീമാടൻ, ഇപ്പോൾ ശശിമോഹൻ മാഷ് ശശിയേട്ടൻ സംവിധാനം ചെയ്ത നാടകം തീമാടൻ,
അതുപോലെ മറ്റേ കോറസ് കലാസമിതിയുടെ ഒരു നാടകമുണ്ട്, ഷോട്ട്, അതുപോലെ വെളിച്ചപ്പാടൻ. ഈ നാടകത്തിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടോ? ഈ അഭിനയം മാത്രമുള്ള വേറെ വല്ല പരിപാടിയുണ്ടോ? വേറെ എനിക്ക് ശരിക്കും എൻ്റെ പണി തേപ്പ് പണിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ പണിയെടുക്കും, എല്ലാ പണിയെടുക്കും, നാടകം കളിക്കും, അത്യാവശ്യം സിനിമയിൽ പോകും. എന്തായാലും സന്തോഷം. അങ്ങനെ പുതിയ പുതിയ ആൾക്കാർ മലയാള സിനിമയിലേക്ക് വരട്ടെ, സജീവമായിട്ട് മാറട്ടെ. കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും പേര് അഗ്രവാടികളിൽ എത്തട്ടെ. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണൂർ വിഷയുടെ ചെറിയൊരു പ്രോഗ്രാമാണ്. ചെറിയൊരു ചോദ്യം ചോദിക്കാം, വളരെ ചെറുത്, സിമ്പിൾ. ഉത്തരം ഓൺ സ്പോട്ട് സമ്മാനമുണ്ട്. അതായത് ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേര് കുറച്ച് നീട്ടി ഉച്ചരിച്ചാൽ അതൊരു ഉപകരണമായിട്ട് മാറും. ഒരു ഭക്ഷണ സാധനം അതിൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം കുറച്ച് നീട്ടി ഉച്ചരിച്ച് കഴിഞ്ഞാൽ അതൊരു ഉപകരണമായിട്ട് മാറും. എങ്കിൽ ഏതാണ് ഭക്ഷണ സാധനം? നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. പെട്ടുപോയി സാറിന് ഇല്ല. അപ്പം എന്തായാലും സന്തോഷമുണ്ട്. വീണ്ടും കാണാം. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. താങ്ക് യു. ചില സമയം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മുടെ മുന്നിലേക്ക് വന്നുപെടും എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വരുമ്പോൾ 2 ചേച്ചിമാരിരുന്നിട്ട് എന്തൊക്കെയോ കുറിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്താ മേഡത്തിന്റെ പേര്? സുമ. എന്താ ഇനീഷ് എന്താണ്? PP സുമ. എവിടെ സ്ഥലം? കപ്പക്കടവ്. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പം ഒരു ഹോസ്റ്റലിൽ വർക്ക് ചെയ്യാം. ഓക്കെ. പേരെന്താ? തസ്ലീമ. സ്വന്തം സ്ഥലം? അഴീക്കോട്. എവിടെ? ചാൽ ബീച്ച്. ഓക്കെ. ഇങ്ങനെ ചാൽ ബീച്ച് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ? എല്ലാ ദിവസവും പോയിട്ട് കാണാറൊക്കെ ഉണ്ടോ? പരിപാടി ഉണ്ടെങ്കിൽ. ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? പൂരിയും എന്തർച്ചി? ചിക്കൻ കൊതിപ്പിക്കുകയാണ്. രാവിലെ തന്നെ പൂരിയും ചിക്കൻ കറിയും കഴിച്ചിട്ട് വന്നു. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ? ദോശ. എന്ത് ദോശയാണ്? അരിദോശ. കറി ചെറുപയർ കറിയും അരിദോശയും പൂരിയും ചിക്കൻ കറിയും. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ സമയമായോ? ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്തോന്ന് കുറിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? പപ്സാണ് കുറിക്കുന്നത്. പപ്സ് രണ്ടുപേരും കൂടി വീതം വെച്ച് കഴിക്കായിരുന്നു അല്ലേ? വെജിറ്റബിൾ പപ്സാണോ അല്ലെങ്കിൽ എഗ് പപ്സാണോ? അപ്പൊ ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഇതൊരു ഭക്ഷണ സാധനമാണ്. ആ ഭക്ഷണ സാധനത്തിന്റെ നിങ്ങളിപ്പോൾ കഴിക്കുന്നത് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അതിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഉപകരണമായിട്ട് മാറും. ഷവർമേന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ എന്താവും? ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ സാധനമാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം കുറച്ച് നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകരണമാവും. ഇവിടെയൊന്നുമില്ല, എല്ലാ അൽഫാമും അങ്ങോട്ടേ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. വേണ്ടേ? ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തൊരു ബിഗ് ഫാമിലിയാണ്. അതിൽ ചക്കരയുണ്ട്, മാമ്പഴമുണ്ട്. ഇതാണ് ചക്കര. എന്താ ചക്കരന്റെ പേരെന്താ? എന്താ പേര്? റിയോ. വാ. ഓക്കെ. അടുത്തോട്ടേക്ക്. പേര്? ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ സിനിമയൊക്കെ ഉണ്ട്. ഇവിടെ സ്ഥലം എവിടെ? കൊട്ടുകപ്പാറ. ഇരിട്ടി ടൗണിൽ ശരിക്കും എത്ര ദൂരമുണ്ട് കൊട്ടുകപ്പാറ? 9 കിലോമീറ്റർ. ഏത് ദിശയിലോട്ട് മാറിയിട്ട്? വടക്കോട്ട് മാറി. തെക്കോട്ട് പോയാൽ തെക്കോട്ട് தெரியாது. വടക്കോട്ട് പോയാൽ ഇവിടെ നാട്ടിലെത്തും. എന്ത് ചെയ്യുന്നു? ജോലിയും ചെയ്യുന്നുണ്ടോ? ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ടീച്ചറായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ടീച്ചർ പഠിപ്പിക്കാത്തത്? ഇപ്പോ ഒരു അസുഖം കാരണം തൽക്കാലം നിർത്തി വെച്ചാൽ. ശരി. ഓക്കെ. പേര്? ദീപ്തി. എന്ത് ചെയ്യുന്നു? ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. ITI വർക്ക് ചെയ്യുന്നു. ഇപ്പം അതുപോലെ തന്നെ വീട്ടില്. എന്താ ഇപ്പം ചുമ്മാ ഇരിക്കുന്നത്? ഒന്നുമില്ല, പിള്ളേരൊക്കെ ഉള്ള അവർ നോക്കി അങ്ങനെ അല്ല. ഇപ്പൊ കഴിഞ്ഞു, വലിയ പിള്ളേരായി. ഇപ്പം നോക്കണം. മിനി കൊട്ടുകപ്പാറ തന്നെ. എന്താണ് ശരിക്കും മിനിയേച്ചിയുടെ ഇനീഷ് എന്താണ്? മിനി സന്തോഷ്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവാതെ. കാറ്റുകൊള്ളും നല്ല സുഖമല്ലേ? സുഖമില്ലാത്ത കാറ്റുകൊള്ളാൻ വേണ്ടി നല്ല സുഖം ഉണ്ടാവും. അതാണ്. ഓക്കെ. ഹലോ, പേര് പറയൂ. മിനി. അല്ല, ഇതൊരു മിനി, അതൊരു മിനി. അപ്പൊ നിങ്ങൾ എന്ത് മിനിയാണ്? മിനി ബിജോയ്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. നിങ്ങളുടെ പേര്? ഹൃദ്യ. അല്ല, റിയാണോ ഹൃയാണോ? ഹൃദ്യ. ഓക്കെ. എന്ത് ചെയ്യുന്നു ഹൃദ്യ? +1 പഠിക്കും. എവിടെ? അങ്ങാടിക്കടവ്. പഠനമൊക്കെ എങ്ങനെയുണ്ട്? ഏതാ ഗ്രൂപ്പ് എടുത്തത്? സയൻസ്. എങ്ങനെയുണ്ട് സയൻസ്? സയൻസ് കുറച്ച് ഒരുപാട് പഠിക്കാനുണ്ടെന്നല്ലേ പറയുന്നത് സയൻസിന്റെ കാര്യം? എക്സാം എപ്പോഴാ? 1-ാം തീയതി. തയ്യാറെടുത്തു. രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് പഠിക്കും? ഞാൻ രാവിലെ പഠിക്കില്ല. രാവിലെ പഠിച്ചാൽ അങ്ങനെ തലയൊക്കെ ഇല്ല, അതുകൊണ്ട് രാത്രി പഠിക്കത്തുള്ളൂ അല്ലേ? വീട്ടിൽ നിന്ന് ആരാണ് കൂടുതൽ പഠിക്കുമോളെ അല്ലെ എണീക്കുന്ന ഉറങ്ങുന്ന സമയത്ത് വേഗം എണീക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നവര്? അമ്മ. കണ്ണുകുത്തല്ലേ അമ്മ? അമ്മയുടെ പേരെന്ത്? ജെനി. എന്ത് ചെയ്യുന്നു? ജെനി ഹൗസ് വൈഫാണ്.
അപ്പം മോളെങ്ങനെ പഠനത്തിന്റെ കാര്യത്തിലൊക്കെ പഠിക്കും രാത്രി നന്നായിട്ട് പഠിക്കും. രാത്രി നന്നായിട്ട് പഠിക്കും. അതുകൊണ്ട് രാവിലെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. ഇല്ല, കുഴപ്പമില്ല അല്ലേ? മോൾക്ക് പഠനങ്ങളുടെ വേറെ വല്ല ഹോബീസും ഉണ്ടോ? അവള് ഹോക്കിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഹോക്കി ഹോക്കി പ്ലെയർ ആണ്. ആ അതാണ് മോളും ഒക്കെ അതെ ഹോക്കി പ്ലെയർ ആണ്. പ്രാക്ടീസ് ചെയ്യുന്നത് എവിടുന്ന്? ആണ്. ഈ പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ ഈ പിന്നെ ഈ കാട് പോലുള്ള സ്ഥലത്ത് പോയിട്ട് വളഞ്ഞ കൊമ്പ് പൊട്ടിക്കും ഇങ്ങനെ, കാരണം അടിക്കണ്ടേ, ഹോക്കിക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കാരണം അങ്ങനെ പല സ്ഥലത്തും ബോൾ മാറി തലക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അടി. ഓക്കെ, ആരാണ് ഗുരുനാഥൻ? ആരാണ് ഹോക്കിയുടെ? അങ്ങനെയല്ല, കുറെ ടീച്ചർമാർ മാറി 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 കുഴപ്പമില്ല. അപ്പം പിന്നെ ഭാവിയിൽ എങ്ങനെ, അതായത് സ്പോർട്സ് താരം ആവണം എന്നാണോ ആഗ്രഹം? എന്താണ്? എനിക്ക് സ്പോർട്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല, സ്കൂളിൽ ഉണ്ടായിരുന്നോണ്ട് പിന്നെ പോയി. ആരാ ഇതിൽ പാട്ട് പാടുന്ന ടീച്ചർമാരാര്? ടീച്ചർക്ക് ഇഷ്ടമുള്ള പാട്ട്? ക്രൂശിതാ നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. ക്രൂശിതാ നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. ദുരിതങ്ങളേറും വേളകളിൽ നിൻ കരതാരിലഭയം തരണേ ഈശോ. നിൻ സ്നേഹം എൻ്റെ ജീവനെ കാത്തിടുന്നു. ക്രൂശിതാ നിൻ കൈകളിൽ എൻ്റെ ജീവിതം തരുന്നു. നല്ല ക്ലാപ്പ് കൊടുത്തേ. അടിപൊളിയായിട്ട് പാടിയുണ്ട്. പിന്നെ മുന്നൊക്കെ പാടാറുണ്ട്, പിന്നെ പ്രൊഫഷണലായിട്ട് പാട്ട് പാടാൻ പോകാറില്ല? പള്ളി പാടാറുണ്ട്. അപ്പൊ നമ്മൾ അതാണ് നമ്മൾ ചോദിക്കുക, പാട്ട് പാടാം. അപ്പം നമ്മൾ ഇതുവരെ ചോദിച്ചില്ലെങ്കിൽ ഒരു പാട്ട് കിട്ടില്ലായിരുന്നു അല്ലേ? അപ്പം ചെറിയ ചോദ്യം, വളരെ ചെറിയ ചോദ്യം. രാവിലെ എന്താ കഴിച്ചത്? രാവിലെ ഓട്സ് കഴിച്ചു. എത്ര ഗ്ലാസ് കഴിച്ചു? ഒരു ഗ്ലാസ്. മധുരട്ടാണോ മധുരം ഇല്ലാത്തതാണോ? ഉപ്പിട്ട്. പാൽ ഒഴിച്ചാണോ പാൽ ഒഴിക്കാത്തതാണോ? പാൽ ഒഴിക്കാതെയാണോ? ഓക്കെ. ഇവിടെ നിന്ന് കഴിച്ചു? ഞാൻ ചപ്പാത്തി. എത്ര ചപ്പാത്തി? 2 ചപ്പാത്തി. കറി എന്തായിരുന്നു? ആലോചിക്കട്ടെ ഒരു സെക്കൻഡ്. ചിക്കൻ മറന്നുപോയതാണ്. ചിക്കൻ. ചിക്കൻ കറി ചപ്പാത്തി. ഓക്കെ. നിങ്ങൾ പുട്ട്, പിന്നെ ചെറുപയർ കറി. രാത്രി നിനക്ക് പുട്ട് വേണം നിർബന്ധമുണ്ടോ? ചപ്പാത്തി ആയാലും ഉറപ്പന്നല്ലേ? അല്ല കടലയാണോ? ചെറുപയർ. ഓക്കെ. ഇവിടെ മേഡം എന്താ? ദോശ, കറി, ചമ്മന്തി. ഇവിടെ പൂരി, ബാജിക്കറി. അവിടെ ഒരാളുണ്ട് പൂരിയും ചിക്കൻ കറിയും കഴിച്ച ആൾ അവിടെ ഉണ്ട്. ഇവിടെ പൂരിയും ബാജിക്കറിയും കഴിച്ച ആൾക്കാരുണ്ട്. ഓക്കെ. എന്നാൽ ചിക്കൻ ഇല്ലാത്ത കാര്യത്തിൽ ചിക്കനും ചപ്പാത്തിയും കഴിച്ച ആളുണ്ട്. അതായത് ഇതൊരു ഭക്ഷണ സാധനമാണ്, നിങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ സാധനം. ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം കുറച്ച് നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഉപകരണത്തിൻ്റെ പേരായിട്ട് മാറും. എങ്കിൽ ഏതാണ്? പറയാം. ആദ്യത്തെ അക്ഷരം. ഇപ്പം നമ്മൾ സരിത എന്ന് വിളിക്കുമല്ലേ? അല്ലെങ്കിൽ പിന്നെ രമണി എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇതൊരു ഭക്ഷണ സാധനത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഉപകരണമായിട്ട് മാറും. രക്ഷയില്ല. മസാല ദോശ. അതിന്റെ ആദ്യം നീട്ടി വെച്ചാൽ ഉണ്ടാവും മസാല ദോശ. അത്രേ ഉള്ളൂ. രക്ഷയില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. രക്ഷയില്ല. അപ്പൊ എന്തായാലും അപ്പൊ കാണാം. എവിടെയോ എന്തൊക്കെയോ ചെറിയ തകരാറ് പോലെ. അപ്പൊ നമ്മളിങ്ങനെ എപ്പിസോഡ് ചോദിച്ചു വന്നപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പലതും പറഞ്ഞ് അങ്ങോട്ട് പോയി. വേറെ ആൾക്കാരോടും ചോദിച്ചു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ആൾക്കാർ നമ്മൾ സമ്മാനം കൊടുക്കണ്ടേ? അപ്പൊ അതിന്റെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്താ ഉത്തരം പറഞ്ഞേ? അമ്മ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞേ. നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ കഴിക്കുന്നോ? അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞ പൂട്ടുന്ന. എന്താണ് ഭക്ഷണ സാധനം? ഓട്സ്. അത് നീട്ടി പറഞ്ഞപ്പോ പൂട്ട്. നീ പുട്ടുണ്ടാക്ക. നിങ്ങൾ എന്താ പറഞ്ഞ? പിന്നെ മസാല ദോശ അല്ലേ പറഞ്ഞേ? മസാല ദോശ പറഞ്ഞ പൂട്ട്. നിങ്ങൾ മസാല ദോശ പറഞ്ഞു. പുട്ടാരാ ആദ്യം പറഞ്ഞേ? അതായത് ആദ്യത്തെ അക്ഷരം നീട്ടുച്ചരിച്ചാൽ ഒരു ഉപകരണമായിട്ട് മാറുന്ന ഭക്ഷണ സാധനം ഏതാണ്? ഏതാണ് ഭക്ഷണ സാധനം? എന്ത് പുട്ട്? അരിപ്പുട്ട്, ഗോതമ്പുട്ട്, എന്ത് പുട്ട്? അതിന്റെ ആദ്യം നീട്ടുവെച്ചെന്തോ? പുട്ടിന്റെ ആദ്യം നീട്ടി വെച്ചാല് പുട്ട്.
പൂട്ട് പുട്ട് പൂട്ട് പുട്ട് പൂട്ട് പുട്ട് പൂട്ട് പുട്ട് ചിക്കൻ. പുട്ടും ചിക്കനല്ല, പുട്ട്. അതായത് പുട്ടാണ് ആ ഭക്ഷണ സാധനം. അതായത് പുട്ട് എന്നുകൊണ്ട് ആദ്യം നീട്ടി വെച്ചാൽ പൂട്ടായിട്ട് മാറും. പൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ലോക്ക്, അതിനാണ് പൂട്ട് എന്ന് പറയുന്നത്. അതൊരു ഉപകരണമാണ്. ഓക്കെ അല്ലേ? അപ്പൊ സമ്മാനം കൊണ്ടാ. ഇത് ഞാനിവിടെ ആദ്യം പുട്ട് കഴിച്ചാൽ കൊടുക്കട്ടെ. അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സമ്മാനം വാങ്ങിച്ചോ. അതുപോലെ തന്നെ ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് എന്താണ് ആദ്യം മസാല അപ്പൊ എന്താ സന്തോഷം കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. അതായത് ചോദ്യമായിരുന്നു, ഇതൊരു ഭക്ഷണ സാധനമാണ്, ഭക്ഷണ വിഭവമാണ്. അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി വെച്ചാൽ ഇതൊരു ഉപകരണമായിട്ട് മാറുമെങ്കിൽ ഏതാണ് ഭക്ഷണ വിഭവം എന്നാണ് ഉത്തരം. പുട്ട്. പുട്ടിന്റെ ആദ്യത്തെ നീട്ടി വെച്ചാൽ പൂട്ട്, അതായത് ലോക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്ന. വീണ്ടും പുതിയ ചോദ്യമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.